കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ കെ രാഘവൻ എം പി നടത്തിവന്ന ഉപവാസം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നൽകുന്ന മരുന്നുകൾ സംസ്ഥാനത്തേക്ക് എത്തുന്നില്ലെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമര പരമ്പരയ്ക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും കെ രാഘവൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് കാട്ടുന്നത് തികഞ്ഞ അനീതിയാണെന്ന് എഴുത്തുകാരൻ കെ കുമാരനും പറഞ്ഞു. ഏറ്റവും അവസാനത്തെ അഭയകേന്ദ്രമായി കാണുന്ന ഒരു ആതുരാലയമാണ്. അവിടെ ഇങ്ങനൊരു അനാഥാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ജനങ്ങളെ ധാരമായി ബാധിക്കുമെന്ന് തിരിച്ചറിയുവാനുള്ള വിവേചനം നമ്മുടെ സർക്കാരിനുണ്ടാവേണ്ടതാണ്. 11 ദിവസം മിണ്ടാട്ടമില്ല നിങ്ങൾ ആലോചിക്കണം. ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എന്ന് ആലോചിക്കണം. ഒടുവിൽ ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നു ആരോഗ്യമന്ത്രിയുടെ മൗനം വഞ്ചിക്കാൻ വേണ്ടി. ഇന്നു മുതൽ കൃത്യമായി മരുന്ന് വിതരണം ആരംഭിക്കണം, മരുന്ന് ലഭ്യമാകണം. നിങ്ങൾ മരുന്ന് കൃത്യമായി നൽകുന്നില്ലെങ്കിൽ, സർക്കാർ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തുടർച്ചയായ സമരത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ഫൈസൽ വിവരങ്ങൾ നൽകും. ഫൈസൽ, ഉപവാസ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മരുന്ന് ക്ഷാമത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, സർക്കാർ നടപടിയെടുത്തില്ല എങ്കിൽ ശക്തമായ സമരവുമായി വീണ്ടും എത്തുമെന്നാണോ കെ രാഘവൻ എം പി പ്രതികരിച്ചത്? തീർച്ചയായും ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പ്രശ്നത്തിൽ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ തുടർച്ചയായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് കെ രാഘവൻ എം പി ഇന്നിവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ രാവിലെ 8 മണിക്കാണ് മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട ഉപവാസ സമരം ആരംഭിക്കുന്നത്. ഇന്ന് 8 മണിയോടുകൂടി സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നൊരു സൂചനാ സമരം മാത്രമായിട്ടാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരപരിപാടികൾക്ക് ശക്തമായ സമരപരിപാടികൾ തന്നെ നടത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കെ കുമാരനും സർക്കാരിനെതിരെ, ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്നത്തെ ഒരു പരിപാടിയിൽ ഉന്നയിച്ചത്. ഇന്നത്തെ സമാപനം ഉദ്ഘാടനം ചെയ്തത് കെ കുമാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സർക്കാർ കാണിക്കുന്നത്, പാവപ്പെട്ട ജനതയോട് കാണിക്കുന്ന അനീതിയാണ് സർക്കാർ കാണിക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയുണ്ടായി. അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം പരിഹരിക്കണമെന്നും കെ കുമാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ദിവ്യ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 ദിവസത്തിലധികമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പാവപ്പെട്ട ഒരുപാട് രോഗികൾ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലയിൽ നിന്നടക്കം നിരവധി രോഗികൾ എത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നുള്ളത്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ മരുന്ന് ക്ഷാമം ലഭിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എല്ലാവർക്കും ആശ്രയമാണ് അവസാനമായി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം തന്നെയാണ്. പാവപ്പെട്ടവർക്ക് ഏറ്റവും ആശ്രയകരമായ അത്രയും അവസാന വാക്കായി മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ ഇവിടെ മരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തവൻ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു പോയി മരുന്ന് വാങ്ങി ചികിത്സിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ മെഡിക്കൽ കോളേജിന് ഇത്രയും ദിവസം ഒരു മരുന്ന് ക്ഷാമം ഉണ്ടായിട്ടും സർക്കാർ ഇടപെട്ടില്ല എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് മരുന്ന് ക്ഷാമം നേരിട്ട് ഇത്രയും ദിവസം ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഇറക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രി ഇന്നലെ വാ തുറന്നത് എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ഇന്നലെയാണ് ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. അതിൽ തന്നെ വളരെ വിചിത്രമായ ഒരു വാദം കൂടി മന്ത്രി ഉന്നയിക്കുകയുണ്ടായി. രോഗികൾ കൂടിയത് കൊണ്ടാണ് മരുന്ന് ക്ഷാമം നേരിട്ട് എന്നുള്ള വിചിത്രമായ ഒരു വാദവും ഇന്നലെ മന്ത്രി ഉന്നയിക്കുകയുണ്ടായി. വളരെ ഏറെ പ്രയാസമാണ് രോഗികളുടെ അവസ്ഥ എന്ന് പറയുന്നത്.